കുണ്ടലിനി പാട്ട് പാടി ഒഴുകുന്നു പണ്ടു തൊട്ടേ നെയ്യാറ്. ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ ആദ്യ സുബ്രഹ്മണ്യ ക്ഷേത്രമായ കുന്നമ്പാറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആർഷയോഗ വിദ്യാപീഠത്തിന്റെ ഉദ്ഘാടനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ 2019 ജനുവരി 9 നിർവഹിച്ചു. ശിവജടയിലെ ഗംഗയാറ് കുണ്ടലിനി പാട്ടുപാടി ഒഴുകുന്നു പണ്ടു തൊട്ടേ നെയ്യാറ്. ശിവഗിരി മഠം മുഖ്യ ആചാര്യനും ദീർഘകാലം കുന്നമ്പാറ ആശ്രമം സെക്രട്ടറിയും ആയിരുന്ന ശ്രീമദ് പ്രകാശാനന്ദ സ്വാമികൾ ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ കുന്നമ്പാറ മഠം സെക്രട്ടറി ശ്രീമദ് ബോധിതീർത്ഥ സ്വാമികൾ സന്നിഹിതനായിരുന്നു. ശ്രീമദ് വിശാലാനന്ദ സ്വാമികൾ, ശ്രീമദ് ഗുരുപ്രസാദ് സ്വാമികൾ, ശ്രീമദ് ഭൗമചൈതന്യ സ്വാമികൾ, ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ, ശ്രീമദ് നിത്യസ്വരൂപാനന്ദ സ്വാമികൾ എന്നിവരും കോവളം SNDP യൂണിയൻ പ്രസിഡന്റ് TN സുരേഷ്, കോവളം SNDP യൂണിയൻ സെക്രട്ടറി തോട്ടം കാർത്തികേയൻ, കുന്നമ്പാറ ബാലസുബ്രഹ്മണ്യ സമാജം പ്രസിഡന്റ് ഉപേന്ദ്രൻ കോൺട്രാക്ടർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഓം സർവജ്ഞായ നമഃ. ഓം സർവശക്തായ നമഃ. ഓം ആത്മാതിഹരണായ നമഃ. ഓം ആനന്ദദായകായ നമഃ. ഓം വാസ്തവജ്ഞാനതൃപ്തായ നമഃ. ഓം ത്രിരൂപായ നമഃ. ഓം ജഡബോധവിവർജിതായ നമഃ. ഓം സർവമുക്തായ നമഃ. ഓം സത്കൃത്യജ്ഞാനദാനോത്കർഷായ നമഃ. ഓം അജ്ഞാനവിനാശകവിജ്ഞാനായ നമഃ. ഓം ഭിക്ഷാന്ന വിഭക്തേ നമഃ. കുണ്ടലിനി പാട്ടുപാടി ഒഴുകുന്നു പണ്ടു തൊട്ടേ നെയ്യാറ്. കുന്നമ്പാറ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വികസനമെന്ന് ഇങ്ങനെ ശിവഗിരി മഠം ആവർത്തിക്കാറുണ്ട്. പലപ്പോഴും അതിനുള്ള പ്രോജക്റ്റുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. പ്രോജക്റ്റൊക്കെ തയ്യാറായി വരുമ്പോൾ അത് തയ്യാറായി വരുന്ന സെക്രട്ടറിമാർ ഇവിടുന്ന് മാറുന്നതാണ്. എന്തായാലും ബോധിസ്വാമി ഇവിടെ വന്ന് 12 വർഷം ആയി എന്ന് ഇപ്പോൾ സ്വാമി പറഞ്ഞപ്പോഴാണ് നമ്മുടെ തലയിലേക്ക് അത് കടന്നു വന്നത്. ഒരു 12 വർഷമൊക്കെ ഒരിടത്ത് അങ്ങനെ ഒരു ത്യാഗിയായിട്ടിരുന്നു കൊണ്ട് സർവീസ് ചെയ്യുന്ന ഇത്തിരി കഠിനമാണ്. പ്രത്യേകിച്ചും കുന്നമ്പാറയെ സംബന്ധിച്ചിടത്തോളം അനുഭവസ്ഥനായതുകൊണ്ടാണ് ഞാനിത് ഓർമ്മിപ്പിക്കുന്നത്. കുന്നമ്പാറയെ ദീർഘകാലം ഒരു ദശവത്സരം ഇരിക്കുക എന്ന് പറയുന്ന അതൊരു കഠിന തപസ് തന്നെയാണ്. ആ തപസ്സിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ പ്രതിഫലിച്ചിരിക്കുന്നത്. കോവളത്തിനോട് അടുത്ത് കിടക്കുന്ന പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ ദേവഭൂമിയാണ് കുന്നമ്പാറ ക്ഷേത്രം. നമുക്കറിയാം, ഭഗവാൻ ഇവിടെ സുബ്രഹ്മണ്യെ പ്രതിഷ്ഠിക്കുന്നതിന് തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ ചൈതന്യം ദുർദേവത ആരാധനയൊക്കെ ആയി ഈ പ്രദേശമൊക്കെ അങ്ങനെ കടുത്ത രോഗാദികളൊക്കെ കൊണ്ട് നശിച്ചുകൊണ്ടിരുന്ന ആ അവസരത്തിലാണ് ജനങ്ങളുടെ ആവശ്യപ്രകാരം ഭഗവാൻ ആ ദുർദേവതകളെയൊക്കെ മാറ്റിയിട്ട് സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയെ സുബ്രഹ്മണ്യ ദേവനെ പ്രതിഷ്ഠിക്കുകയുണ്ടായത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ഒരു കാഴ്ചപ്പാട് ഗുരുവിനുണ്ടായിരുന്നിരിക്കും. ദക്ഷിണ പളനി എന്ന ഒരു ലക്ഷ്യം തന്നെ ഗുരുവിൻ്റെ നാവിൽ നിന്ന് വീണിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ കുറേ കാലം ഇവിടെ ഇരുന്നു, ഒരു 4-5 വർഷം ഇരിക്കാൻ ഇടയുണ്ടായി.
അങ്ങനെ സുബ്രഹ്മണ്യെ ആരാധിക്കുന്നവരുടെ ഒരു നിരന്തരമായ വരവ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കുന്നമ്പാറയ്ക്ക് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി കുറേയേറെ പ്രവർത്തിക്കുകയുണ്ടായി. പക്ഷേ അതിൽ ഫലവും കാണുകയുണ്ടായി. പെട്ടെന്ന് നമുക്ക് മാറ്റമുണ്ടായി. വീണ്ടും ഇവിടെ പല സന്യാസിമാരും വന്ന് കുറച്ച് കാലങ്ങളിലൊക്കെ അവരുടെ കർമ്മപദത്തെ നിർവഹിച്ചു പോയി. ഗോസ്വാമി വന്നു. പാറയുടെ മുകളിൽ ഉള്ള ഒരു കഠിന തപസ് അറിയാം. ആദ്യം ഗോശാലയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് വളരെ കഠിനം. കടുത്ത് ഇപ്പോൾ സ്വാമി ഗോശാല തന്നെ ഗോക്കളെ തന്നെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ പാറയുടെ മുകളിലൊക്കെ ഉള്ള മണ്ണൊക്കെ ശേഖരിച്ച് വെച്ച് കൃഷിയും മറ്റുമൊക്കെയായി ഉള്ള വെള്ളത്തിനെ ശേഖരിച്ച് ഈ പാറയെ പച്ചപ്പരപ്പ് കൊണ്ട് മൂടിയ ഒരു അധ്വാനം തപസ്സാണ് ബോധിസ്വാമി ചെയ്യുന്നത്. അതിനോട് ചേർന്നാണ് ഒരു മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷമാണല്ലോ. അതിന് ഉപയുക്തമായ അല്ലെങ്കിൽ അതിന് വഴി തെളിക്കുന്ന ചില കർമ്മങ്ങളൊക്കെ ഓരോ ജീവനും ചെയ്യേണ്ടത്. അപ്പോഴാണ് അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനാദികൾ, പൂജാദികൾ, യോഗ, ധ്യാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ മനുഷ്യനും സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയും. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഒരു മനുഷ്യൻ്റെ പടിപടിയായിട്ടുള്ള മുൻപോട്ടുള്ള ഗമനത്തിന് വേണ്ടി ശ്രീനാരായണ ധർമ്മം രചിച്ചു തന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ കൃതികളിൽ പ്രസിദ്ധമായ കൃതിയാണ് ദർശനമാല. പ്രപഞ്ചത്തെയും ബ്രഹ്മത്തെയും എങ്ങനെയാണ് നാം അറിയേണ്ടത്, അറിഞ്ഞാൽ എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്നൊക്കെ 10 ശ്ലോകങ്ങൾ കൊണ്ട് അങ്ങനെ ഓരോ ദർശനത്തെയും ഭഗവാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവതരിച്ച് അവസാനം വരുമ്പോഴാണ് മുക്തിയുടെ നിർവ്വാണ ദർശനത്തിലേക്ക് എത്തുന്നത്. അതാണ് നമ്മുടെ എല്ലാം പരമമായ ലക്ഷ്യം. അപ്പോൾ ഇവിടെ യോഗാദികളൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് നാം ഇവിടേക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ സൗധത്തെ നിർമ്മിച്ചിരിക്കുന്നു. ശിവരി മഠത്തിൽ നിന്ന് വളരെ കുറച്ച് സാമ്പത്തിക സഹായം മാത്രമാണ് ഇവിടത്തേക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഈ 2 പുരുഷൻ എന്ന് പറയുമ്പോൾ മുക്തിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാരായി തീരുന്നത്. അവരുടെ അധ്വാനം ആണ് എന്നുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്തായാലും ആഗ്രഹം, നമ്മളുടെ ലക്ഷ്യം ഒരു പരിധിവരെ സാധിതമായിരിക്കുന്നു. ഒരു വികസനത്തിൻ്റെ ഒരു തുടക്കമായി ഈ സംരംഭം ഭവിക്കട്ടെ എന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആയിത്തീരുന്നു. ദേശാന്തരങ്ങളിൽ നിന്നും ഇവിടെ വന്ന് യോഗാദികളും മറ്റും പരിശീലിച്ച് ഈ സ്ഥാപനത്തിൻ്റെ, പ്രത്യേകിച്ച് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ, ദർശനങ്ങൾ ലോകവ്യാപകമായി തീരുവാൻ കൂടി ഈ കുന്നമ്പാറ ക്ഷേത്രവും പരിസരവും ചൈതന്യമായ ഈ ഭൂമി തീരട്ടെ എന്ന് ആശംസിക്കാം. എല്ലാവർക്കും നിറഞ്ഞ നന്മകൾ നേർന്നുകൊണ്ട് ഈ സൗധത്തിന് എല്ലാ ഐശ്വര്യവും നിറഞ്ഞു നിൽക്കട്ടെ. ഇതിലേക്ക് വരുന്നവർക്കെല്ലാം അവരുടെ ജീവിതം ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. സഹജർ നമ്മളൊന്നു ചേർന്നു നാടുണർത്തണം, സകല ഭാഗ്യസീമകളും കീഴടക്കണം. കുണ്ടലിനി പാട്ട് പാടി ഒഴുകുന്നു പണ്ടു തൊട്ടേ നെയ്യാറ്. കുണ്ടലിനി പാട്ടുപാടി ഒഴുകുന്നു പണ്ടു തൊട്ടേ നെയ്യാറ്. അതിലൊഴുകിച്ചേരുന്നു
തയ്യാറ് കുണ്ടലിനി പാട്ട്